ഒരു നിയമസഭാ സാമാജികനായി വന്നാൽ അയാളുടെ ക്വാളിഫിക്കേഷൻ അതും ഇതൊന്നുമല്ല. ഞാൻ വ്യാജ ഡോക്ടറൊന്നുമല്ല, വ്യാജ ഡോക്ടറേറ്റ് എടുത്തിട്ടില്ല. അപ്പൊ ഇതൊരു ആൾ അങ്ങനെ ഒരു മനോജ് സംസാരിക്കണ്ട, ഒരു തമാശ രൂപേണ പറഞ്ഞതാണ്. അദ്ദേഹം ഒരു അങ്ങേ അർത്ഥിയാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാഗമായി വളരെ ഫ്രണ്ട്ലി ആയി പറഞ്ഞതാണ്. അതിന് ആ സ്പിരിറ്റിൽ എടുത്താൽ മതി. ഇബ്രാഹിമെ, ഞാനതൊരു ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞതാണ്. ഈ എന്റെ കൂടെ MA പഠിച്ചതല്ലേ, നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ. ശ്രീ ജലീൽ കൺക്ലൂഡ് ചെയ്യും. അതിപ്പോ കോളേജ് അധ്യാപകൻ ഞാനായി, പിന്നെ അതുപോലെ തന്നെ ഇബ്രാഹിം ഹയർ സെക്കൻഡറി അധ്യാപകനുമായി. ഞാൻ ഹയർ സെക്കൻഡറി അധ്യാപകൻ ആകേണ്ട ഒരാളായിരുന്നു യഥാർത്ഥത്തിൽ. സാർ, ചില ആശങ്കകളും കൂടി ഞാനിവിടെ പങ്കുവെക്കുകയാണ്. സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ പോലെ ആവരുത് സ്വകാര്യ സർവകലാശാലകൾക്കുള്ള അംഗീകാരം നൽകൽ. ദേശീയ അന്തർദേശീയ സ്വഭാവം നിലനിർത്തിയാവണം പുതിയ സർവകലാശാലകളും സ്ഥാപിക്കാൻ. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ, മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ നിർബന്ധമായും ഇവിടെ സ്ഥാപിക്കുന്ന സ്വകാര്യ സർവകലാശാലകളിൽ പഠിക്കാൻ ഉണ്ടായിരിക്കണം. അത് ഉറപ്പുവരുത്താൻ സർവകലാശാലകൾക്ക് കഴിയണം. സാർ, വിദ്യാർത്ഥികളുടെ നിശ്ചിത ശതമാനം മലയാളി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും നിർണയിക്കണം. അതല്ലെങ്കിൽ നിലവിലുള്ള സ്ഥാപനങ്ങൾ, നമ്മുടെ സംസ്ഥാനത്തുള്ള സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥ വരും. കാരണം കേരളത്തിലെ വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ സർവകലാശാലകളിൽ പഠിക്കുന്നത് എങ്കിൽ നമ്മളുടെ നിലവിലുള്ള സർവകലാശാലകളിൽ തന്നെ കുട്ടികൾ പഠിക്കാനില്ലാത്ത അവസ്ഥയുണ്ടാകും. അപ്പൊ വിദ്യാർത്ഥികളെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇത്തരം സർവകലാശാലകളിലേക്ക് കൊണ്ടുവരാനും നമുക്ക് കഴിയണം. സാർ, നമ്മുടെ സർവകലാശാലകളുടെ ഓട്ടോണമസ് ക്യാമ്പസുകൾ വിദേശ രാജ്യങ്ങളിൽ സ്ഥാപിക്കാൻ നിലവിലുള്ള സർവകലാശാലകളുടെ നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതിനെ കുറിച്ച് ഗൗരവമായി ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളുടെ നിലവിലുള്ള സർവകലാശാലകളുടെ നിയമങ്ങൾ, ഞങ്ങളുടെ നിലവിലുള്ള സർവകലാശാലകളുടെ നിയമങ്ങൾ ഭേദഗതി ചെയ്യാനും ബഹുമാനപ്പെട്ട മന്ത്രി തീരുമാനിച്ചിരിക്കുന്നു. അതിനുകൂടി സർക്കാർ സന്നദ്ധമായിരിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ള കമ്മിറ്റിയുടെ പരിഗണനക്കായി 2B നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കുന്നതാണ്. ശ്രീ ജലീൽ, ചെയർ ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തു. നോ, ഇവിടെ ഡിസന്റ് നോട്ട് തന്നവരോട് കാണിച്ചു, അവർ സഹകരിച്ചു. അതൊരു ധിക്കാരാണ്, അംഗീകരിക്കാൻ പറ്റില്ല. യെസ് സംസാരിക്കുക. അല്ല, ബില്ലിന്റെ കാര്യം ഒരുപാട് തവണ പറഞ്ഞല്ലോ. യെസ് അങ്ങ് സംസാരിച്ചോ. ശരിയല്ല, അങ്ങേ കാണിക്കുന്നത് ശരിയല്ലാത്ത രീതി. അങ്ങനെയാണ് ആ ചെയർ റെസ്പെക്ട് ചെയ്യാത്തത്.